ഹായ് നമസ്കാരം. എല്ലാവർക്കും എൻട്രിയുടെ പുതിയൊരു യൂട്യൂബ് സെഷനിലോട്ട് സ്വാഗതം. ഞാൻ ജയേഷ് നാവായിക്കും. ഇന്ന് നമ്മളൊരു പുതിയൊരു ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. വിയോഗങ്ങൾ. നമ്മുടെ പി എസ് സിയുടെ തന്നെ കേരള പി എസ് സിയുടെ തന്നെ മുൻകാല ചോദ്യങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്കറിയാം വളരെ പ്രോമിനന്റ് ആയിട്ട് നിൽക്കുന്ന വ്യക്തികൾ അന്തരിച്ചിട്ടുണ്ടെങ്കിൽ അവരുമായി റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന പല ചോദ്യങ്ങളും പി എസ് സി ചോദിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അടുത്തിടെയാണ് എം എസ് സ്വാമിനാഥൻ അന്തരിക്കുന്നത്. കൂടാതെ പി വത്സല, ഫാത്തിമ ബീവി തുടങ്ങിയ പ്രോമിനന്റ് ആയിട്ടുള്ള വ്യക്തികൾ അന്തരിക്കുമ്പോൾ അല്ലെങ്കിൽ വളരെ പ്രശസ്തരായ വ്യക്തികൾ അന്തരിക്കുമ്പോൾ അവരുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന കണ്ടന്റുകൾ പലപ്പോഴും പി എസ് സിയുടെ കറണ്ട് അഫേഴ്സ് എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. സോ നമുക്ക് എന്തായാലും ഇന്നത്തെ ഈ ഒരു സെഗ്മെന്റിൽ വളരെ പ്രോമിനന്റ് ആയിട്ട് നിൽക്കുന്ന 4 വ്യക്തികളുമായി റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന കണ്ടന്റുകൾ നമുക്ക് പഠിക്കാം. അതിൽ ആദ്യം നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നതാണെങ്കിൽ എം ടി വാസുദേവൻ നായർ. മലയാളികൾക്ക് വളരെ സുപരിചിതനായ വ്യക്തിയാണ് എം ടി എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയേ, എം ടി വാസുദേവൻ നായർ അദ്ദേഹം അടുത്തിടെയാണ് അന്തരിച്ചിരിക്കുന്നത്. 2024 ഡിസംബർ 25. അദ്ദേഹവുമായി ഏതൊക്കെ കോണ്ടന്റുകളാണ് നമ്മുടെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഇവിടെ നോക്കിക്കേ, എം ടി വാസുദേവൻ നായർ. അദ്ദേഹത്തിന്റെ പൂർണ്ണ രൂപമാണെങ്കിൽ, അദ്ദേഹത്തിന്റെ പൂർണ്ണ പേരാണെങ്കിൽ മാടത്ത് തെക്കേപ്പാട് വാസുദേവൻ നായർ. അദ്ദേഹത്തിന്റെ പൂർണ്ണ പേരെന്താണ്? മാടത്ത് തെക്കേപ്പാട് വാസുദേവൻ നായർ. ഇദ്ദേഹം പാലക്കാട് ജില്ലയിലെ കൂടല്ലൂരിലാണ് ജനിക്കുന്നത്. ഇദ്ദേഹം ജനിക്കുന്നത് എവിടെയാണ്? പാലക്കാട് ജില്ലയിലെ കൂടല്ലൂരിലാണ്. 1933. ഇദ്ദേഹം അടുത്തിടെയാണ് അന്തരിച്ചിരിക്കുന്നത്. 2024 ഡിസംബർ 25. നമുക്കറിയാം അദ്ദേഹം ഒരു നോവലിസ്റ്റ് ആണ്, ചെറുകഥാകൃത്താണ്, തിരക്കഥാകൃത്താണ്, കൂടാതെ ഒരു ചലച്ചിത്ര സംവിധായകൻ കൂടിയാണ്. ഈ മേഖലകളിലൊക്കെ വളരെയധികം മലയാളം എന്ന് പറയുന്ന ഏരിയയിൽ കൂടുതൽ കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് എം ടി വാസുദേവൻ നായർ. അദ്ദേഹത്തിന്റെ പൂർണ്ണ പേരാണെങ്കിൽ മാടത്ത് തെക്കേപ്പാട് വാസുദേവൻ നായർ. അദ്ദേഹം ജനിച്ചിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ കൂടല്ലൂരിൽ 1933. അദ്ദേഹം ഒരു തിരക്കഥാകൃത്താണ്, നോവലിസ്റ്റ് ആണ്, ചലച്ചിത്ര സംവിധായകനാണ്, കൂടാതെ ചെറുകഥാകൃത്താണ്. ഇനി ഇദ്ദേഹത്തെ നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്, നിളയുടെ കഥാകാരൻ. നമ്മുടെ പി എസ് സിയുടെ തന്നെ മുൻകാല ചോദ്യം കൂടിയാണ് അല്ലെ. നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ആര്? എം ടി ആണ്. നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നതാരാണ്? എം ടി വാസുദേവൻ നായരാണ്. ഇനി ഇവിടെ നോക്കിക്കേ, ഇദ്ദേഹത്തിന്റെ ആദ്യ നോവലാണെങ്കിൽ പാതിരാവും പകൽ വെളിച്ചവും. ഇദ്ദേഹത്തിന്റെ ആദ്യ നോവൽ ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് പാതിരാവും പകൽ വെളിച്ചവും. എന്നാൽ ആദ്യമായിട്ട് പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ച നോവലാണെങ്കിൽ 4 കെട്ടാണ് എന്ന് ഓർത്തു വെച്ചിരിക്കുക. 1958. ഇവിടെ നിങ്ങൾ ഒരു വ്യത്യാസം മനസ്സിലാക്കണം. ഈ നോവൽ, ആദ്യ നോവലായ പാതിരാവും പകൽ വെളിച്ചും, ഈ കണ്ടശയായിട്ടാണ് അദ്ദേഹം ഇത് പ്രസിദ്ധീകരണം നടപ്പിലാക്കിയത്. അതായത് ചെറിയ വാരികകളിലുണ്ടല്ലോ, വീക്കിലി വാരികകളിലാണ് അദ്ദേഹം ആദ്യമായിട്ട് കണ്ടശ രൂപത്തിൽ ഈ ഒരു നോവൽ പ്രസിദ്ധീകരണം ആരംഭിച്ചിരിക്കുന്നത്. എന്നാൽ ഒരു പുസ്തക രൂപത്തിൽ ആദ്യമായിട്ട് ഇദ്ദേഹം ഒരു നോവൽ തയ്യാറാക്കുന്നത് 4 കെട്ടിലൂടെയാണ്. 1958. ആദ്യ നോവൽ ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് പാതിരാവും പകൽ വെളിച്ചും. ആദ്യ പുസ്തക രൂപത്തിലുള്ള നോവലാണെങ്കിൽ അത് 4 കെട്ടാണ്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഇനി ഇദ്ദേഹത്തിന്റെ ആദ്യ തിരക്കഥയെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. തിരക്കഥ സ്വന്തം കഥയായ മുറപ്പെണ്ണ്. ഇദ്ദേഹത്തിന്റെ സ്വന്തം കഥയായ മുറപ്പെണ്ണായിരുന്നു ഇദ്ദേഹത്തിന്റെ ആദ്യ തിരക്കഥ. ഇങ്ങനെയാണ് അദ്ദേഹം സിനിമാ മേഖലയിലോട്ട് ആദ്യം വരുന്നത്. അദ്ദേഹത്തിന്റെ ആദ്യ തിരക്കഥ ഏതെന്ന് ചോദിച്ചാൽ മുറപ്പെണ്ണാണ് എന്ന് ഓർത്തു വെച്ചിരിക്കുക. ഇനി ഇദ്ദേഹം ആദ്യം സംവിധാനം ചെയ്തിരിക്കുന്ന ചിത്രമാണെങ്കിൽ നിർമാല്യം. 1973. ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ സംവിധാനം അല്ലെങ്കിൽ അദ്ദേഹം ഡയറക്റ്റ് ചെയ്ത ആദ്യത്തെ സിനിമ ഏതെന്ന് ചോദിച്ചാൽ നിർമാല്യമാണ്. 1973. 1973 ആദ്യമായിട്ട് സംവിധാനം ചെയ്ത നിർമാല്യം എന്ന സിനിമയ്ക്ക് രാഷ്ട്രപതിയുടെ സ്വർണ്ണ പതക്കം ലഭിച്ചിരുന്നു. അദ്ദേഹത്തിന്
രാഷ്ട്രപതിയുടെ സ്വർണ്ണപ്പതക്കം ലഭിച്ച സിനിമ ഏതെന്ന് വെച്ചാൽ നിർമാല്യം 1973 റിലീസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ മികച്ച ചലച്ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം 1973 നിർമാല്യം എന്ന സിനിമയ്ക്ക് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. മറ്റൊരു കോണ്ടന്റ് കൂടിയാണ്. മികച്ച ചലച്ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം 1973 അദ്ദേഹത്തിന് നിർമാല്യം എന്ന് പറയുന്ന സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. കൂടാതെ ഇവിടെ നോക്കിക്കേ, മികച്ച തിരക്കഥയ്ക്കുള്ള ദേശീയ പുരസ്കാരം ഇദ്ദേഹത്തിന് 4 തവണയാണ് ലഭിച്ചിട്ടുള്ളത്. മികച്ച തിരക്കഥയ്ക്ക് അദ്ദേഹത്തിന് ദേശീയ പുരസ്കാരം 4 തവണ ലഭിച്ചു. ഒന്ന് നോക്കിക്കേ, ഒരു വടക്കൻ വീരഗാഥ 1990. മറ്റൊന്ന് കടവ് എന്ന് പറയുന്ന തിരക്കഥയാണ് 1992. സതയമാണെങ്കിൽ 1993. പരിണയമാണെങ്കിൽ 1995. സോ ഈ 4 തിരക്കഥകളാണ്. മികച്ച തിരക്കഥയ്ക്കുള്ള ദേശീയ പുരസ്കാരം അദ്ദേഹത്തിന് 4 തവണ ലഭിച്ചു. ഒന്ന് ഒരു വടക്കൻ വീരഗാഥ 1990 അത് റിലീസ് ചെയ്തിരിക്കുന്നത്. പിന്നീട് കടവ്, സതയം, പരിണയം. ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് കിടക്കാനുള്ളത് ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ചില അംഗീകാരങ്ങളാണ്, അവാർഡ്സുകളാണ്. അതിലൊന്ന് വയലാർ അവാർഡ്. മലയാളികൾക്ക് എല്ലാം അറിയാവുന്ന ഒരു, അല്ലെങ്കിൽ മിക്ക മലയാളികളും വായിച്ചിരിക്കാൻ സാധ്യതയുള്ള ഒരു നോവൽ കൂടിയാണ് രണ്ടാം ഊഴം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് വയലാർ അവാർഡ് ലഭിക്കുന്ന 1985 രണ്ടാം ഊഴം എന്ന് പറയുന്ന കൃതിക്കാണ് ലഭിച്ചിരിക്കുന്നത്. കൂടാതെ കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡ് 1986 ലഭിച്ചു. അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡ് 1986 ലഭിച്ചു. വയലാർ അവാർഡ് 1985 രണ്ടാം ഊഴം എന്ന് പറയുന്ന കൃതിക്കാണ് ലഭിച്ചിരിക്കുന്നത്. ഇനി ഓടക്കുഴൽ അവാർഡ് 1993 ലഭിച്ചിരിക്കുന്നത്. ഓടക്കുഴൽ പുരസ്കാരം 1993 വാനപ്രസ്ഥം എന്ന് പറയുന്ന കൃതിക്കാണ് ഓടക്കുഴൽ അവാർഡ് 1993 ലഭിച്ചിരിക്കുന്നത്. ഇനി മുട്ടത്ത് വർക്കി പുരസ്കാരം അല്ലെങ്കിൽ അവാർഡ് 1994. മുട്ടത്ത് വർക്കി 1994. ജ്ഞാനപീഠം വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ കൂടിയാണ്. ജ്ഞാനപീഠം അദ്ദേഹത്തിന് ലഭിക്കുന്നത് 1995. ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ജ്ഞാനപീഠം അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന വർഷം 1995. ഇനി പത്മഭൂഷൺ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു വെരി വെരി ഇമ്പോർട്ടന്റ് കോണ്ടന്റ് ആണ്. അദ്ദേഹത്തിന് പത്മഭൂഷൺ ലഭിച്ചിരിക്കുന്ന വർഷം 2005. ഈ 2 കോണ്ടന്റുകൾ നിങ്ങൾ മറന്നു പോകരുത്. ജ്ഞാനപീഠം ലഭിച്ചിരിക്കുന്നത് 1995 കൂടാതെ പത്മഭൂഷൺ പുരസ്കാരം 2005 ലഭിച്ചിരിക്കുന്നത്. മാതൃഭൂമി സാഹിത്യ അവാർഡ് 2005 ലഭിച്ചിട്ടുണ്ട്. കൂടാതെ വള്ളത്തോൾ അവാർഡ് 2005 ലഭിച്ചു. എഴുത്തച്ഛൻ പുരസ്കാരം അതൊന്ന് നോട്ട് ചെയ്യുക. എഴുത്തച്ഛൻ പുരസ്കാരം അദ്ദേഹത്തിന് 2011 ലഭിച്ചു. എഴുത്തച്ഛൻ പുരസ്കാരം 2011. JC ഡാനിയൽ അവാർഡ് 2013. ഇതൊന്ന് സ്ട്രെസ് ചെയ്ത് പഠിക്കുക. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറയുന്ന അവാർഡ്സുകൾ ഒന്ന് സ്ട്രെസ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. വയലാർ അവാർഡ്, ജ്ഞാനപീഠം, പത്മഭൂഷൺ, കൂടാതെ തന്നെ വള്ളത്തോൾ അവാർഡ്, എഴുത്തച്ഛൻ അവാർഡ്, JC ഡാനിയൽ അവാർഡ് വളരെ ഇമ്പോർട്ടന്റ് ആയ അദ്ദേഹത്തിന്റെ അംഗീകാരങ്ങളാണ്. ഒന്ന് വയലാർ അവാർഡ് 1985 രണ്ടാം ഊഴം. കേരള സാഹിത്യ അക്കാദമി അവാർഡ് 1986. ഓടക്കുഴൽ അവാർഡ് 1993 വാനപ്രസ്ഥം എന്ന് പറയുന്ന കൃതിക്ക്. കൂടാതെ മുട്ടത്ത് വർക്കി അവാർഡ് 1994. ജ്ഞാനപീഠം 1995. പത്മഭൂഷൺ 2005. മാതൃഭൂമി സാഹിത്യ അവാർഡ് 2005. വള്ളത്തോൾ അവാർഡ് 2005. കൂടാതെ എഴുത്തച്ഛൻ പുരസ്കാരം 2011. JC ഡാനിയൽ അവാർഡ് 2013. ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഇനി അടുത്തിടെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള ചില അവാർഡ്സുകളാണ്. അതിലൊന്ന് കേരള ജ്യോതി പുരസ്കാരം. നമ്മുടെ കേന്ദ്ര സർക്കാർ നൽകുന്ന പത്മ അവാർഡിന് സമാനമായിട്ട് നമ്മുടെ സംസ്ഥാന സർക്കാർ നൽകിയ ഒരു പുരസ്കാരമാണ് കേരള പുരസ്കാരം. അതിൽ ഏറ്റവും ഉയർന്നതാണ് കേരള ജ്യോതി പുരസ്കാരം. പ്രഥമ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചിരിക്കുന്ന വ്യക്തിയും MD തന്നെയാണ്, MT വാസുദേവൻ നായർ 2022. എന്താണ് പ്രത്യേകത? പ്രഥമ കേരള പുരസ്കാരമായ കേരള ജ്യോതി പുരസ്കാരം. അതായത് കേരള പുരസ്കാരത്തിൽ 3 പുരസ്കാരങ്ങളുണ്ട്. അതിൽ ഒരു ഉയർന്ന പുരസ്കാരമാണ് കേരള ജ്യോതി പുരസ്കാരം. ഈ കേരള ജ്യോതി പുരസ്കാരം, പ്രഥമ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചിരിക്കുന്ന ആർക്കാണ്? MT വാസുദേവൻ നായർ 2022. കൂടാതെ
2024 പ്രൊഫസർ MK സാനു പുരസ്കാരം നൽകിയിരിക്കുന്നതാണെങ്കിൽ MT വാസുദേവൻ നായർ. വെരി വെരി ഇമ്പോർട്ടന്റ് കോണ്ടന്റ്. 2024 എം ഡിക്ക് ലഭിച്ചിരിക്കുന്ന ഒരു പുരസ്കാരമാണ് പ്രൊഫസർ MK സാനു പുരസ്കാരം. 2024 ജൂലൈയിൽ കേരള ഹിന്ദി പ്രചാര സഭയുടെ സാഹിത്യ കലാനിധി പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. അടുത്തിടെ 2022-ലും 2023-ലും 2024-ലും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയ കറണ്ട് അഫേഴ്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇവിടെ നോക്കിക്കേ, കേരള ജ്യോതി പുരസ്കാരം, പ്രഥമ കേരള ജ്യോതി പുരസ്കാരം 2022 ലഭിച്ചു. 2024 പ്രൊഫസർ MK സാനു പുരസ്കാരം ലഭിച്ചു. 2024 ജൂലൈയിൽ കേരള ഹിന്ദി പ്രചാര സഭയുടെ സാഹിത്യ കലാനിധി പുരസ്കാരവും അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഇനി ഇവിടെ നോക്കിക്കേ, അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ ലഭിച്ചിരിക്കുന്ന വർഷങ്ങൾ: ഒന്ന് 1958, 82, 86. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന വർഷങ്ങളാണെങ്കിൽ ഒന്ന് 1958, 82, 86. ഇതിൽ 58-ലാണെങ്കിൽ 4 കെട്ട് എന്ന് പറയുന്ന നോവലിനാണ് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ കേരള സാഹിത്യ അക്കാദമി അവാർഡ് 1958-ൽ 4 കെട്ട് എന്ന് പറയുന്ന നോവലിനാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത്. 1982-ലാണെങ്കിൽ ഗോപുര നടയിൽ ഒരു നാടകമാണ്. നാടകം എന്ന കാറ്റഗറിക്കാണ് 1982-ൽ കേരള സാഹിത്യ അക്കാദമി അവാർഡ് MTക്ക് ലഭിച്ചിരിക്കുന്നത്. കൂടാതെ 1986-ൽ സ്വർഗം തുറക്കുന്ന സമയം ഒരു കഥയാണ് കേട്ടോ. ആ ഒരു കഥയ്ക്കാണ്, അല്ലെങ്കിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡ് കഥയ്ക്ക് 1986-ൽ ലഭിച്ചിരിക്കുന്നതാണെങ്കിൽ സ്വർഗം തുറക്കുന്ന സമയം എന്ന് പറയുന്ന കൃതിക്കാണ്. ക്ലിയർ. ഇനി കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് 1970-ലാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഏത് കൃതിക്കാണ്? കാലം എന്ന് പറയുന്ന കൃതിക്കാണ് 1970-ൽ MT വാസുദേവൻ നായരിന് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നൽകിയിരിക്കുന്നത്. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം 3 വർഷങ്ങളിൽ 1958, 82, 86. 58-ൽ 4 കെട്ട് എന്ന് പറയുന്ന നോവലിന്, 82-ൽ ഗോപുര നടയിൽ എന്ന് പറയുന്ന നാടകത്തിന്, 1986-ൽ സ്വർഗം തുറക്കുന്ന സമയങ്ങൾ എന്ന് പറയുന്ന കഥയ്ക്കാണ് ലഭിച്ചിരിക്കുന്നത്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് 1970-ൽ കാലം എന്ന് പറയുന്ന കൃതിക്ക്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഇനി അദ്ദേഹത്തിന്റെ മറ്റ് കൃതികൾ കൂടി നമുക്ക് പരിശോധിക്കാം. നോവൽസുകളാണെങ്കിൽ രണ്ടാം ഊഴം, ഇവിടെ നോക്കിക്കേ, രണ്ടാം ഊഴം 4 കെട്ട്, രണ്ടാം ഊഴം 4 കെട്ട്, അസുരവിത്ത്, മഞ്ഞ്, കാലം, വിലാപയാത്ര, വാരണാസി, അറബി പൊന്ന്. ഈ അറബി പൊന്ന് അദ്ദേഹം നമ്മുടെ NP മുഹമ്മദുമായിട്ട് ചേർന്നാണ് ഈ ഒരു നോവൽ എഴുതിയിരിക്കുന്നത്. ഈ പറയുന്ന കൃതികളെല്ലാം പലപ്പോഴും നമ്മുടെ PSCയുടെ എക്സാംസുകളിൽ ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുണ്ട്. രണ്ടാം ഊഴം, 4 കെട്ട്, അസുരവിത്ത്, മഞ്ഞ്, കാലം, വിലാപയാത്ര, വാരണാസി, അറബി പൊന്ന്. കൂടാതെ ഈ അറബി പൊന്ന് എന്ന് പറയുന്ന നോവൽ എഴുതിയിരിക്കുന്നത് MTയും കൂടാതെ NP മുഹമ്മദുമായിട്ട് അവർ രണ്ടുപേരും ചേർന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്? അറബി പൊന്ന് എന്ന് പറയുന്ന നോവൽ എഴുതിയിരിക്കുന്നത്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഇനി മറ്റു കൃതികളാണെങ്കിൽ ഇരുട്ടിന്റെ ആത്മാവ്. ഒന്നേതാണ്? ഇരുട്ടിന്റെ ആത്മാവ്. ഓളവും തീരവും ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഓളവും തീരവും, സ്വർഗം തുറക്കുന്ന സമയം, സ്വർഗം തുറക്കുന്ന സമയം, നിന്റെ ഓർമ്മയ്ക്ക്, വാനപ്രസ്ഥം, സുഹൃതം, കാതികന്റെ പണിപ്പുര, ആൾക്കൂട്ടത്തിൽ തനിയെ, നഷ്ടപ്പെട്ട ദിനങ്ങൾ, കുട്ടിയേടത്തി, ഒരു ചെറുപുഞ്ചിരി തുടങ്ങിയതൊക്കെ അദ്ദേഹത്തിന്റെ മറ്റു കൃതികളാണ്. ഇരുട്ടിന്റെ ആത്മാവ്, എന്റെ കൂടെ തന്നെ ഒന്ന് പറയാൻ ശ്രമിക്കുക. ഇരുട്ടിന്റെ ആത്മാവ്, ഓളവും തീരവും, സ്വർഗം തുറക്കുന്ന സമയം, നിന്റെ ഓർമ്മയ്ക്ക്, വാനപ്രസ്ഥം, സുഹൃതം, കാതികന്റെ പണിപ്പുര, ആൾക്കൂട്ടത്തിൽ തനിയെ, നഷ്ടപ്പെട്ട ദിനങ്ങൾ, കുട്ടിയടത്തി, കൂടാതെ ഒരു ചെറുപുഞ്ചിരി. ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഇനി ഇവിടെ നോക്കിക്കേ, വളരെ ലേറ്റസ്റ്റ് ആയിട്ട് ഇദ്ദേഹവുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കറണ്ട് അഫേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദിയുടെ പേരാണ്. നമുക്കറിയാം 2025 അടുത്തിടെ നടന്നിരിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തിന്റെ 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവമാണ്. വിജയിച്ചിരിക്കുന്നത്, കിരീടം നേടിയിരിക്കുന്നത് തൃശ്ശൂർ എന്ന് പറയുന്ന സംസ്ഥാനമാണ്. തൃശ്ശൂരാണ് കിരീടം നേടിയിരിക്കുന്നത്. സോ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ പറയുന്ന 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദികൾക്ക് പേര് നൽകിയിരുന്നതാണെങ്കിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട നദികളുടെ പേരിലാണ്. ഓക്കെ,
വേദിയായത് ഏത് സംസ്ഥാനത്തും ചോദിച്ചാൽ തിരുവനന്തപുരത്താണ്. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് 2025 വേദിയായിരിക്കുന്നതാണെങ്കിൽ എവിടെയാണ്? നമ്മുടെ തിരുവനന്തപുരം എന്ന് പറയുന്ന ജില്ലയിലാണ്. കൂടാതെ ഈ വേദികൾക്ക് പേര് നൽകിയത് കേരളത്തിലെ പ്രധാനപ്പെട്ട നദികളുടെ പേരാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട നദികൾ എന്ന് പറയുന്ന നദികളുടെ പേരിലാണ് നൽകിയത്. തിരുവനന്തപുരത്തെ ആ ഒരു പ്രധാന വേദിക്ക് നൽകിയിരുന്ന പേര് ഭാരതപ്പുഴ എന്നായിരുന്നു. എന്നാൽ പിന്നീട് സർക്കാർ ആ ഒരു ഭാരതപ്പുഴ എന്ന പേര് പുനഃനാമകരണം ചെയ്ത് നിലവിൽ നൽകിയിരിക്കുന്നതാണെങ്കിൽ MT നിള എന്നാണ്. ഭാരതപ്പുഴ എന്ന് പറയുന്ന നദിയെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് നിള എന്ന് പറയുന്നത്. സോ MT നിള എന്നാണ് ആ ഒരു പ്രധാന വേദിക്ക് നൽകിയിരിക്കുന്ന പേര്. നമുക്കറിയാം നിളയുടെ കഥാകാരൻ MT ആണ്. കൂടാതെ ഈ ഒരു പോയിന്റ് നിങ്ങൾ ഓർത്തു വെച്ചിരിക്കുക, ഭാഷാ പ്രതിജ്ഞ. നിങ്ങൾ എല്ലാവരും കേരളത്തിന്റെ ഭാഷാ പ്രതിജ്ഞയെ കുറിച്ച് കേട്ടിരിക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ നോക്കിക്കുക, എന്താണ് ഭാഷാ പ്രതിജ്ഞ? അതായത് കേരളത്തിലെ വിദ്യാലയങ്ങളിലെ ഭാഷാ സാംസ്കാരിക പരിപാടികളിൽ നമ്മൾ പറയേണ്ട ഒരു ഭാഷാ പ്രതിജ്ഞ തയ്യാറാക്കിയിട്ടുണ്ട്. അത് തയ്യാറാക്കിയ വ്യക്തി നമ്മുടെ MT വാസുദേവൻ നായരാണ്. അതെങ്ങനെയാ? ഇവിടെ നോക്കിക്കേ, ഇങ്ങനെ മലയാളമാണ് എൻ്റെ ഭാഷ. എൻ്റെ കൂടെ തന്നെ എല്ലാ സുഹൃത്തുക്കളും പറയാൻ ശ്രമിക്കുക, നമ്മുടെ ഭാഷാ പ്രതിജ്ഞയാണ്. മലയാളമാണ് എൻ്റെ ഭാഷ. എൻ്റെ ഭാഷ എൻ്റെ വീടാണ്, എൻ്റെ ആകാശമാണ്, ഞാൻ കാണുന്ന നക്ഷത്രമാണ്, എന്നെ തഴുകുന്ന കാറ്റാണ്, എൻ്റെ ദാഹം ശമിപ്പിക്കുന്ന കുളിർ വെള്ളമാണ്, എൻ്റെ അമ്മയുടെ തലോടലും ശാസനയുമാണ്. ഏത് നാട്ടിലെത്തിയാലും ഞാൻ സ്വപ്നം കാണുന്നത് എൻ്റെ ഭാഷയാണ്, എൻ്റെ ഭാഷ ഞാൻ തന്നെയാണ്. എത്ര മനോഹരമായ വാക്കുകളാണല്ലേ അദ്ദേഹത്തിന്റെ. സോ ഓർത്തിരിക്കുക, നമ്മുടെ ഭാഷാ പ്രതിജ്ഞ എഴുതി തയ്യാറാക്കിയ വ്യക്തിയും MT വാസുദേവൻ നായരാണ്. മലയാളമാണ് എൻ്റെ ഭാഷ എൻ്റെ വീടാണ്, എൻ്റെ ആകാശമാണ്, ഞാൻ കാണുന്ന നക്ഷത്രമാണ്, എന്നെ തഴുകുന്ന കാറ്റാണ്, എൻ്റെ ദാഹം ശമിപ്പിക്കുന്ന കുളിനീർ വെള്ളമാണ്, എൻ്റെ അമ്മയുടെ തലോടലും ശാസനയുമാണ്. ഏത് നാട്ടിലെത്തിയാലും ഞാൻ സ്വപ്നം കാണുന്നത് എൻ്റെ ഭാഷയിലാണ്, എൻ്റെ ഭാഷ ഞാൻ തന്നെയാണ് എന്ന ഭാഷാ പ്രതിജ്ഞ തയ്യാറാക്കിയ വ്യക്തിയാണെങ്കിൽ MT ആണ് എന്നുള്ള കാര്യം ഓർത്തു വെച്ചിരിക്കും. സോ ഇത്രയും കോണ്ടന്റ് ആണ് നമുക്ക് ഇദ്ദേഹവുമായിട്ട് MTയുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കാനുള്ളത്. ശരി, അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ പേഴ്സണാലിറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തിടെ അന്തരിച്ച മറ്റൊരു പ്രമുഖനായ വ്യക്തിയായിരുന്നു, അതാ ഇവിടെ നോക്കിക്കേ, ആരാ? നമ്മുടെ മൻമോഹൻ സിംഗ് അല്ലേ? നമ്മുടെ ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രി എന്നതിനുപരി അദ്ദേഹം നല്ലൊരു സാമ്പത്തിക വിദഗ്ധൻ കൂടിയായിരുന്നു നമ്മുടെ മൻമോഹൻ സിംഗ്. നമുക്കറിയാം മൻമോഹൻ സിംഗ് അടുത്തിടെയാണ് അന്തരിച്ചത്, 2024 ഡിസംബർ 26. ക്ലിയർ? ഇവിടെ നോക്കി, ഇദ്ദേഹം ജനിക്കുന്നത് ഇന്ത്യ വിഭജനത്തിന് മുമ്പ് ഇപ്പോഴത്തെ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ ഗായിൽ 1932 അദ്ദേഹം സെപ്റ്റംബർ 26 ജനിച്ചിരിക്കുന്നത്. MT 1933 കൂടാതെ നമ്മുടെ മൻമോഹൻ സിംഗ് ജനിച്ചിരിക്കുന്നതാണെങ്കിൽ 1932 അല്ലെ. കൂടാതെ നമ്മുടെ MT അന്തരിച്ചിരിക്കുന്നത് 2024 ഡിസംബർ 25 മൻമോഹൻ സിംഗ് അന്തരിച്ചിരിക്കുന്നതാണ് 2024 ഡിസംബർ 26 ക്ലിയർ? ഇനി ഇദ്ദേഹം ഇന്ത്യയുടെ 13ാമത്തെയും 14ാമത്തെയും പ്രധാനമന്ത്രിയായിരുന്നു. ഇദ്ദേഹം പ്രധാനമന്ത്രിയാകുന്ന വർഷം 2004 കേട്ടോ. 2004 മുതൽ 2014 വരെ 2 ടേം ആയിട്ടാണ് അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായത്. അതായത് സിഖ് മതസ്ഥനായ ആദ്യ പ്രധാനമന്ത്രി, അദ്ദേഹം സിഖ് മതസ്ഥനായിരുന്നു. കൂടാതെ ഹൈന്ദവ സമുദായത്തിൽ നിന്നുമല്ലാതെ പ്രധാനമന്ത്രിയാവുന്ന ആദ്യത്തെ വ്യക്തി. എന്താണ് പറഞ്ഞിരിക്കുന്നത്? സിഖ് മതസ്ഥനായ ആദ്യ പ്രധാനമന്ത്രിയും ഹൈന്ദവ സമുദായത്തിൽ നിന്നുമല്ലാതെ പ്രധാനമന്ത്രിയാവുന്ന ആദ്യ വ്യക്തിയാണ് നമ്മുടെ മൻമോഹൻ സിംഗ് എന്ന് ഓർത്തു വെച്ചിരിക്കും. ക്ലിയർ? ഇനി ഇദ്ദേഹം നമ്മുടെ റിസർവ് ബാങ്കിന്റെ ഗവർണർ ആയിട്ടുണ്ട്. കൂടാതെ അന്താരാഷ്ട്ര നാണയനിധി അല്ലെങ്കിൽ IMF ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ അംഗവുമായിരുന്നു. അതിലെ ഒരു മെമ്പർ കൂടിയായിരുന്നു നമ്മുടെ മൻമോഹൻ സിംഗ്. അതിനുശേഷമാണ് രാഷ്ട്രീയത്തിലോട്ട് വരുന്നത്. ആദ്യം ഇദ്ദേഹം റിസർവ് ബാങ്കിന്റെ ഗവർണർ ആയിരുന്നു, കൂടാതെ IMFന്റെ മെമ്പർ ആയിരുന്നു. അതിനുശേഷമെല്ലാമാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവുന്നത്, കൂടാതെ രാഷ്ട്രീയത്തിലോട്ട് കടന്നു വരുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഇദ്ദേഹം പ്രധാനമന്ത്രി എന്ന നിലയേക്കാൾ അദ്ദേഹം പ്രശസ്തി ആർജിച്ച ഒരു മേഖലയാണ് സാമ്പത്തിക മേഖല എന്ന് പറയുന്നത്. ഇദ്ദേഹം 1982-85 കാലഘട്ടങ്ങളിൽ നമ്മുടെ ഭാരതീയ റിസർവ് ബാങ്കിന്റെ ഗവർണർ ആയിരുന്നു. വെരി വെരി ഇമ്പോർട്ടന്റ് കോണ്ടന്റ്. ഇദ്ദേഹം റിസർവ് ബാങ്കിന്റെ ഗവർണർ ആയിരുന്ന വർഷം 1982 മുതൽ
1985 വരെയാണ്. ക്ലിയർ? ഇനി ഇദ്ദേഹം നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന നരസിംഹറാവുവിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ സാമ്പത്തിക ഉപദേഷ്ടാവായിരുന്നു, ഒരു എക്കണോമിക് അഡ്വൈസർ ആയിരുന്നു 1991. ക്ലിയർ? അതായത് നരസിംഹറാവു പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം നമ്മുടെ മൻമോഹൻ സിംഗ് അദ്ദേഹത്തിന്റെ സാമ്പത്തിക ഉപദേഷ്ടാവായിരുന്നു. കൂടാതെ നമ്മുടെ ഇന്ത്യ വലിയൊരു കടുത്ത ഒരു സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സമയത്ത് ഇന്ത്യയുടെ ധനകാര്യ മന്ത്രിയായിരുന്ന വ്യക്തിയാണ് മൻമോഹൻ സിംഗ്. 1991 മുതൽ 1996 വരെ ഇന്ത്യ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സമയത്ത് ഇന്ത്യയുടെ ധനകാര്യ മന്ത്രിയായിരുന്നു മൻമോഹൻ സിംഗ്. കൂടാതെ 2004 മുതൽ 2014 വരെ തുടർച്ചയായിട്ട് 2 തവണ യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് അല്ലെങ്കിൽ UPI സർക്കാരിന്റെ കോൺഗ്രസിനെ നയിച്ച ഒരു വ്യക്തി കൂടിയാണ് നമ്മുടെ മൻമോഹൻ സിംഗ് എന്ന് ഓർത്തു വെച്ചിരിക്കുക. ക്ലിയർ? ഇത്രയും കോണ്ടന്റ് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് എന്തായാലും മറ്റൊരു സ്ലൈഡിലോട്ട് പോവാം. ചോദ്യം ഇങ്ങനെയാണ്: ഇന്ത്യൻ സാമ്പത്തിക രംഗത്തെ നവ ഉദാരവൽക്കരണത്തിന്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് മൻമോഹൻ സിംഗ്. ഇന്ത്യൻ സാമ്പത്തിക രംഗത്തെ നവ ഉദാരവൽക്കരണത്തിന്റെ ഉപജ്ഞാതാവ്. കൂടാതെ 1991 ഇന്ത്യൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ ആവിഷ്കർത്താവും മൻമോഹൻ സിംഗ് തന്നെ. 1991 ഇന്ത്യൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ ആവിഷ്കർത്താവ് എന്നറിയപ്പെടുന്നതും നമ്മുടെ മൻമോഹൻ സിംഗ് ആണ്. UGCയുടെ ചെയർമാൻ ആയിട്ടുണ്ട് ഇദ്ദേഹം 1991. കേട്ടോ, അദ്ദേഹം 1991 UGCയുടെ ചെയർമാൻ ആയിരുന്നു. അതേ വർഷം തന്നെ 1991 യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാൻ ആയിരുന്നു. ഒന്നുകൂടെ പറയാം: ഇന്ത്യൻ സാമ്പത്തിക രംഗത്തെ നവ ഉദാരവൽക്കരണത്തിന്റെ ഉപജ്ഞാതാവ്, 1991 ഇന്ത്യൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ ആവിഷ്കർത്താവ്, കൂടാതെ UGCയുടെ ചെയർമാൻ 1991 തന്നെ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാനും ആയിട്ടുണ്ട്. ഇനി നോക്കിക്കേ, ഇദ്ദേഹത്തിന്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ ഇദ്ദേഹം പാർലമെന്റിലെ അംഗമായിരുന്നു. പാർലമെന്റ് എന്ന് പറയുന്നത് രാജ്യസഭയും ലോക്സഭയുമാണ്. സോ ഇദ്ദേഹം തുടർച്ചയായിട്ട് 5 തവണ പാർലമെന്റിന്റെ അംഗമായിരുന്നു. ആദ്യമായിട്ട് ഇദ്ദേഹം പാർലമെന്റിലോട്ട് വരുന്നത് നമ്മുടെ അസം എന്ന് പറയുന്ന സംസ്ഥാനത്തിൽ നിന്നാണ്. അതായത് രാജ്യസഭ അംഗമാണ് അദ്ദേഹം. തുടർച്ചയായിട്ട് 5 തവണയും രാജ്യസഭാ അംഗമായിട്ടാണ് പാർലമെന്റിന്റെ ഭാഗമായിരിക്കുന്നത്. ആദ്യമായിട്ട് അദ്ദേഹം പാർലമെന്റിലോട്ട് എത്തുന്നത്, രാജ്യസഭയിലോട്ട് എത്തുന്നത് അസം എന്ന് പറയുന്ന സംസ്ഥാനത്ത് നിന്നുകൊണ്ടാണ്. 1991 തുടർച്ചയായിട്ട് 5 തവണ രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. 1991 മുതൽ 2013 വരെ. ഓക്കെ, ഇവിടെ നോക്കിയേ, തുടർച്ചയായിട്ട് 5 തവണ രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവായിട്ട് പ്രവർത്തിച്ചിരുന്നതാണെങ്കിൽ 1998 മുതൽ 2004 വരെ. ഇവിടെ ഒരു ചെറിയൊരു തിരുത്തുണ്ട്, അവിടെ നോക്കിക്കേ. ഇദ്ദേഹം തുടർച്ചയായിട്ട് എത്ര തവണയാണ്? 5 തവണയാണ്. 1991 മുതൽ 2024 വരെ അദ്ദേഹം രാജ്യസഭയിലെ അംഗമായിരുന്നു. രാജ്യസഭയിൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിട്ട് പ്രവർത്തിച്ചിരുന്നതാണെങ്കിൽ 1998 മുതൽ 2004 വരെയാണ്. 1998 മുതൽ 2004 വരെ അദ്ദേഹം രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവായിരുന്നു. രാജ്യസഭയിൽ നിന്ന് അദ്ദേഹം പടിയിറങ്ങുന്നതാണെങ്കിൽ 2024 കേട്ടോ. അദ്ദേഹം രാജ്യസഭയിൽ നിന്ന് പടിയിറങ്ങുന്നതാണെങ്കിൽ 2024. ഇവിടെ നോക്കിക്കേ, അവസാന തവണ 5ാമത്തെ തവണ അദ്ദേഹം രാജ്യസഭയിലോട്ട് എത്തുന്നത് രാജസ്ഥാൻ എന്ന് പറയുന്ന സംസ്ഥാനത്ത് നിന്നാണ്. രാജസ്ഥാൻ എന്ന് പറയുന്ന സംസ്ഥാനത്ത് നിന്ന് തെരഞ്ഞെടുപ്പിലൂടെയാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? 2019, 24 കാലഘട്ടങ്ങളിൽ രാജ്യസഭയുടെ അംഗമായി തീർന്നത്. ഇവിടെ നോക്കി, ആ കാലഘട്ടങ്ങളൊക്കെ ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് 1991 മുതൽ 95 വരെ അസമിൽ നിന്ന്, 1995 മുതൽ 2001 മുതൽ അസമിൽ നിന്ന്, കൂടാതെ 2001 മുതൽ 2007 അസമാണ്, 2007 മുതൽ 2013 വരെ അസം, 2013 മുതൽ 2019 വരെ അസമിൽ നിന്ന്, 2019 മുതൽ 2024 വരെ രാജസ്ഥാനിൽ നിന്ന്. ഇവിടെ നോക്കി, തുടർച്ചയായിട്ട് 4 തവണ അസമിൽ നിന്നും 2019, 24 കാലഘട്ടങ്ങളിൽ രാജസ്ഥാനിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം രാജ്യസഭ അംഗമായിട്ട് മാറിയിരിക്കുന്നത്. ഇതിൽ അദ്ദേഹം രാജ്യസഭയുടെ പ്രതിപക്ഷ നേതാവായിട്ട് പ്രവർത്തിച്ചിരുന്ന വർഷമാണെങ്കിൽ 1998 മുതൽ 2004 വരെയാണ്. 1998 മുതൽ 2004 വരെയാണ്. ക്ലിയർ ആണല്ലോ? ഇനി മറ്റൊരു ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇവിടെ നോക്കിക്കേ, ഒരിക്കൽ പോലും ലോക്സഭ അംഗമാകാത്ത ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ അതും മൻമോഹൻ സിംഗ് ആണ്. കാരണം തുടർച്ചയായിട്ട് 5 തവണ അദ്ദേഹം
രാജ്യസഭയിലാണ് തെരഞ്ഞെടുപ്പിൽ രാജ്യസഭയിലാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഒരിക്കൽ പോലും ലോക്സഭാ അംഗമല്ലാത്ത ഇന്ത്യയുടെ പ്രധാനമന്ത്രി കൂടിയാണ് മൻമോഹൻ സിംഗ്. സിയാച്ചിൽ സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രധാനമന്ത്രി ആരാണ്? മൻമോഹൻ സിംഗ് ആണ്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഇനി അടുത്തതായിട്ട് ഇദ്ദേഹത്തിന്റെ അംഗീകാരങ്ങൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. ഇവിടെ നോക്കിക്കുക, അദ്ദേഹത്തിന് പത്മവിഭൂഷൺ ലഭിച്ചിരിക്കുന്ന വർഷം 1987-ലാണ്. അദ്ദേഹത്തിന് പത്മവിഭൂഷൺ ലഭിച്ചിരിക്കുന്ന വർഷം വെരി വെരി ഇമ്പോർട്ടന്റ് കോണ്ടന്റ് ആണ്. 1987-ലാണ്. മികച്ച ധനമന്ത്രിക്കുള്ള ഏഷ്യാമണി അവാർഡ് ലഭിച്ചിരിക്കുന്നതാണെങ്കിൽ 1993-ലും 94-ലും. മികച്ച ധനമന്ത്രിക്കുള്ള ഏഷ്യാമണി പുരസ്കാരം ലഭിച്ചിരിക്കുന്നതാണെങ്കിൽ 1993-ലും 94-ലും. കൂടാതെ മികച്ച ധനമന്ത്രിക്കുള്ള യൂറോ മണി അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ച വർഷം 1993-ലാണ്. മികച്ച ധനമന്ത്രിക്കുള്ള ഏഷ്യാമണി പുരസ്കാരം 2 തവണ ലഭിച്ചു, 93-ലും 94-ലും. കൂടാതെ മികച്ച ധനമന്ത്രിക്കുള്ള യൂറോ മണി പുരസ്കാരം ലഭിച്ചിരിക്കുന്നതാണെങ്കിൽ 1993. കൂടാതെ നമ്മുടെ ടൈം മാഗസിന്റെ 100 മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പീപ്പിൾസ് ഇൻ ദി വേൾഡ് പട്ടികയിൽ 2025-ലും 10-ലും ഇടം നേടി. ടൈംസ് മാഗസിന്റെ 100 മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പീപ്പിൾസ് ഇൻ ദി വേൾഡ് പട്ടികയിൽ 2025-ലും 10-ലും ഇടം നേടി എന്ന് ഓർത്തു വെച്ചിരിക്കുക. ക്ലിയർ ആണല്ലോ. ഇനി നേരെ നമ്മൾ കടക്കാൻ പോകുന്നതാണെങ്കിൽ ഇദ്ദേഹം ഇവിടെ നോക്കി അടുത്തിടെ നേടിയ ഒരു പുരസ്കാരം കൂടിയാണ്. രാഷ്ട്രീയ സാമ്പത്തിക മേഖലയിലെ സമഗ്ര സംഭാവനകൾക്ക് ഇന്ത്യ UK അച്ചീവേഴ്സ് പുരസ്കാരം അടുത്തിടെ 2023-ൽ നൽകിയത് ആർക്കായിരുന്നു? ഡോക്ടർ മൻമോഹൻ സിംഗിനായിരുന്നു. അടുത്തിടെയാണ് അദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം നൽകുന്നത്. രാഷ്ട്രീയ സാമ്പത്തിക മേഖലയിലെ സമഗ്ര സംഭാവനകൾക്ക് ഇന്ത്യ UK അച്ചീവേഴ്സ് പുരസ്കാരം ലഭിച്ചിരിക്കുന്ന വ്യക്തി മൻമോഹൻ സിംഗ് ആണ്. ഇത്രയും കോണ്ടന്റ് ആണ് നമുക്ക് മൻമോഹൻ സിംഗുമായിട്ട് പഠിക്കാനുള്ളത്. ഇനി നേരെ നമ്മൾ കടക്കാൻ പോകുന്ന മറ്റൊരു വ്യക്തി, നിങ്ങൾ തന്നെ ഒന്ന് ഐഡന്റിഫൈ ചെയ്യണം. ആരാണ് ഈ ഫോട്ടോയിൽ കാണുന്ന വ്യക്തി? ശ്യാം ബെനഗലാണ്. ആരാ ശ്യാം ബെനഗൽ? അദ്ദേഹം വളരെ പ്രശസ്തനായ ഒരു ഡയറക്ടറാണ്, അല്ലെ? ഫിലിം ഡയറക്ടറാണ് ശ്യാം ബെനഗൽ എന്ന് പറയുന്നത്. അദ്ദേഹവുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ചില കോണ്ടന്റുകൾ കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഗാന്ധിയുടെ ജീവിതത്തിലെ ആദ്യകാലങ്ങളെ പറ്റിയുള്ള ശ്യാം ബെനഗലിന്റെ സിനിമ ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയുക. അദ്ദേഹത്തിന്റെ പേര്, ആ ഒരു ചിത്രത്തിന്റെ പേര് ദി മേക്കിംഗ് ഓഫ് മഹാത്മാ, 1996. എന്താണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്? മഹാത്മാ ഗാന്ധിജിയുടെ ആദ്യകാലങ്ങളെ കുറിച്ച് പരാമർശിച്ചിരിക്കുന്ന ശ്യാം ബെനഗലിന്റെ ചിത്രമാണ് മേക്കിംഗ് ഓഫ് മഹാത്മാ. പലപ്പോഴും PSC ചോദിച്ചിട്ടുള്ള ഒരു പ്രീവിയസ് ചോദ്യം. ക്ലിയർ ആണല്ലോ. മേക്കിംഗ് ഓഫ് മഹാത്മാ എന്ന് പറയുന്ന ചിത്രം 1996-ൽ ഡയറക്ട് ചെയ്തിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ശ്യാം ബെനഗലാണ്. കൂടാതെ ഷെയ്ഖ് മുജിബുർ റഹ്മാൻ, ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവ് എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന വ്യക്തിയായിരുന്നു നമ്മുടെ ഷെയ്ഖ് മുജിബുർ റഹ്മാൻ. അദ്ദേഹത്തെ കുറിച്ച് എഴുതിയിരിക്കുന്ന മുജീബ് ദ മേക്കിംഗ് ഓഫ് നേഷൻ എന്ന് പറയുന്ന ചിത്രമാണ് ശ്യാം ബെനഗലിന്റെ അവസാന ചിത്രം. മുഹമ്മദ് യൂനിസ് അടുത്തിടെ ബംഗ്ലാദേശിന്റെ ഇടക്കാല ഭരണാധികാരിയായിട്ട് വന്നിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവ് എന്ന ആ ഒരു സ്ഥാനം, ഷെയ്ഖ് മുജിബുർ റഹ്മാന്റെ ആ ഒരു സ്ഥാനം, ആ ഒരു പദവി നമ്മുടെ മുഹമ്മദ് യൂനിസിന്റെ സർക്കാർ എടുത്തു കളയുകയാണ് ഉണ്ടായത്. അടുത്തിടെയാണ് ആ ഒരു ഇൻസിഡന്റ് നടന്നിരിക്കുന്നത്. സോ എന്നിരുന്നാലും നിങ്ങൾ അറിഞ്ഞിരിക്കുക, ശ്യാം ബെനഗൽ നമ്മുടെ ഷെയ്ഖ് മുജിബുർ റഹ്മാനെ കുറിച്ച് ചിത്രീകരിച്ചിരിക്കുന്ന ചിത്രമാണെങ്കിൽ ദ മേക്കിംഗ് ഓഫ് നേഷൻ, മുജീബ് ദ മേക്കിംഗ് ഓഫ് നേഷൻ, അദ്ദേഹത്തിന്റെ ശ്യാം ബെനഗലിന്റെ അവസാന ചിത്രം കൂടിയാണ് മുജീബ് ദ മേക്കിംഗ് ഓഫ് നേഷൻ എന്ന് പറയുന്നത്. സോ നമുക്ക് നേരെ മറ്റൊരു സ്ലൈഡിലോട്ട് പോവാം. ഇവിടെ നോക്കിക്കേ, ഇദ്ദേഹം ഒരു ടെലിവിഷൻ സീരീസ് തയ്യാറാക്കിയിട്ടുണ്ട്, ഭാരത് ഏക് കോച്ച്. എന്താണ് പ്രത്യേകത? നെഹ്റു, നമ്മുടെ ജവഹർലാൽ നെഹ്റുവിന്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകത്തെ അടിസ്ഥാനമാക്കി അദ്ദേഹം ടെലിവിഷനിൽ ഒരു സീരിയൽ പുറത്തിറക്കിയിട്ടുണ്ട്. ആ സീരിയലിന്റെ പേര് ഭാരത് ഏക് കോച്ച് എന്നാണ് കേട്ടോ. ഭാരത് ഏക് കോച്ച് നെഹ്റുവിന്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന പുസ്തകത്തിന്റെ അടിസ്ഥാനമാക്കി ദൂരദർശന് വേണ്ടി അദ്ദേഹം നിർമ്മിച്ച ഒരു ഭാരത് ഏക് കോച്ച് എന്ന ടെലിവിഷൻ സീരിയലും വളരെ ശ്രദ്ധേയമായിരുന്നു. ദൂരദർശന് വേണ്ടിയാണ് അദ്ദേഹം ഈ ഒരു സീരിയൽ നിർമ്മിച്ചിരിക്കുന്നത്. ആ ഒരു സീരിയലിന്റെ പേരാണെങ്കിൽ ഭാരത് ഏക് കോച്ച് എന്നാണ്. ക്ലിയർ? അടുത്തതായി നമുക്ക് മറ്റൊരു സ്ലൈഡിലോട്ട് പോകാം. ഇവിടെ നോക്കി, അടുത്തിടെ ശ്യാം ബെനഗലിന്റെ മന്ദൻ എന്ന് പറയുന്ന സിനിമ, അദ്ദേഹത്തിന്റെ മന്ദൻ എന്ന് പറയുന്ന സിനിമ 2024 കാൻ ഫിലിം ഫെസ്റ്റിവലിന്റെ ക്ലാസിക് സിനിമ വിഭാഗത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഏക ഇന്ത്യൻ ചിത്രം. അപ്പോൾ 2024 കാൻ ഫിലിം ഫെസ്റ്റിവലിന്റെ
ക്ലാസിക് സിനിമ വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഏക ഇന്ത്യൻ ചിത്രം ഏതെന്ന് ചോദിച്ചാൽ മന്ഥനാണ്. മന്ഥൻ ഡയറക്ട് ചെയ്തിരിക്കുന്ന വ്യക്തി ശ്യാം ബെനഗലാണ്. ഈ സിനിമയുടെ പ്രത്യേകത എന്താണ്? ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ നിർമ്മിച്ച ആദ്യ ഇന്ത്യൻ സിനിമ. ക്രൗഡ് ഫണ്ടിങ്, അതായത് പൊതുജനങ്ങളിൽ നിന്ന് പണം സമാഹരിച്ച് അല്ലെങ്കിൽ അത് കളക്ട് ചെയ്ത് നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സിനിമയാണ്, അഥവാ ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യ സിനിമ ഏതെന്ന് വെച്ചാൽ മന്ഥനാണ്. 2024 കാൻ ഫിലിം ഫെസ്റ്റിവലിന്റെ ക്ലാസിക് സിനിമ വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഏക ഇന്ത്യൻ ചിത്രം. സോ ഇവിടെ ശ്യാം ബെനഗലുമായി ബന്ധപ്പെട്ട ഇത്രയും കോണ്ടന്റുകളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അടുത്തതായിട്ട് നമ്മൾ കടക്കാൻ പോകുന്നത് വളരെ പ്രോമിനന്റ് ആയ മറ്റൊരു വ്യക്തിയാണ്. നമുക്കറിയാം ഇദ്ദേഹം ആരാണ്. നിങ്ങളൊന്ന് പറയാൻ ശ്രമിച്ച ആരാ ഇദ്ദേഹം? ഉസ്താദ് സക്കീർ ഹുസൈൻ. തബല വിദ്വാനാണല്ലേ. ഇന്ത്യയിൽ അറിയപ്പെടുന്ന വേൾഡ് ഫേമസ് ആയ ഒരു തബല വിദ്വാനാണ് സക്കീർ ഹുസൈൻ എന്ന് പറയുന്നത്. ഉസ്താദ് സക്കീർ ഹുസൈൻ. ഇദ്ദേഹത്തിന്റെ പൂർണ്ണ രൂപം എന്താണ്, അല്ലെങ്കിൽ പൂർണ്ണ പേരെന്താണ്? സക്കീർ ഹുസൈൻ അല്ലാ രഗ ഖുറൈഷി. അദ്ദേഹത്തിന്റെ മുഴുവൻ നാമം സക്കീർ ഹുസൈൻ അല്ലാ രഗ ഖുറൈഷി എന്നാണ്. ഇദ്ദേഹം അന്തരിച്ചിരിക്കുന്നത് അടുത്തിടെ 2024 ഡിസംബർ 15. അദ്ദേഹം അടുത്തിടെയാണ് അന്തരിച്ചിരിക്കുന്നത്, 2024 ഡിസംബർ 15. ഇനി ഇദ്ദേഹത്തിന്റെ ചില നേട്ടങ്ങൾ കൂടി നമുക്ക് നോക്കാം. ഇദ്ദേഹത്തിന് രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചിരിക്കുന്നതാണെങ്കിൽ 1988. ഇദ്ദേഹത്തിന് രാജ്യം പത്മശ്രീ നൽകിയിരിക്കുന്നത് 1988. ഇദ്ദേഹത്തിന് പത്മഭൂഷൺ പുരസ്കാരം നൽകിയത് 2002 പത്മവിഭൂഷൺ പുരസ്കാരം 2023. 1988 പത്മശ്രീ കിട്ടി. കൂടാതെ 2002 അദ്ദേഹത്തിന് പത്മഭൂഷൺ ലഭിച്ചു. 2023 പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ചു. പത്മ അവാർഡിൽ ഏറ്റവും ഉയർന്നതാണ് പത്മവിഭൂഷൺ. അതിന് തൊട്ടു താഴെയാണ് പത്മഭൂഷൺ, അതിനും തൊട്ടു താഴെയാണ് പത്മശ്രീ എന്ന് പറയുന്നത്. 1988 പത്മശ്രീ ലഭിച്ചു. കൂടാതെ പത്മഭൂഷൺ 2002 പത്മവിഭൂഷൺ ആണെങ്കിൽ 2023 കരസ്ഥമാക്കി. ഇനി ഇദ്ദേഹത്തിന് ആകെ 4 തവണയാണ് ഗ്രാമി അവാർഡ് ലഭിച്ചിരിക്കുന്നത്. ഗ്രാമി അവാർഡ് അദ്ദേഹം ആകെ 4 തവണയാണ് കരസ്ഥമാക്കിയത്. അതിൽ 66ാമത് ഗ്രാമി അവാർഡിൽ 3 പുരസ്കാരങ്ങൾ അല്ലെങ്കിൽ അംഗീകാരങ്ങൾ അദ്ദേഹം നേടി. 66ാമത് ഗ്രാമി അവാർഡിൽ 3 പുരസ്കാരങ്ങളാണ് അദ്ദേഹം കരസ്ഥമാക്കിയിരിക്കുന്നത്. ഏതൊക്കെ കാറ്റഗറിയിലാണ്? മികച്ച ഗ്ലോബൽ മ്യൂസിക് പെർഫോമൻസ്, അതുപോലെ തന്നെ മികച്ച കണ്ടംപററി ഇൻസ്ട്രുമെന്റൽ, കൂടാതെ ഇൻസ്ട്രുമെന്റൽ ആൽബം, മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബം എന്നീ 3 കാറ്റഗറിയിലാണ് അദ്ദേഹത്തിന് 66ാമത് ഗ്രാമി അവാർഡിൽ ലഭിച്ചിരിക്കുന്ന പുരസ്കാരങ്ങൾ. ഏതൊക്കെയാണ്? മികച്ച ഗ്ലോബൽ മ്യൂസിക് പെർഫോമൻസ്, മികച്ച കണ്ടംപററി ഇൻസ്ട്രുമെന്റൽ ആൽബം, കൂടാതെ മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബം എന്നീ 3 അവാർഡുകളാണ് 66ാമത് ഗ്രാമി അവാർഡിൽ നമ്മുടെ സക്കീർ ഹുസൈൻ, ഉസ്താദ് സക്കീർ ഹുസൈൻ കരസ്ഥമാക്കിയിരിക്കുന്നത്. സോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ 4 പ്രോമിനന്റ് ആയ വ്യക്തികളെ കുറിച്ചാണ് ചർച്ച ചെയ്തിരിക്കുന്നത്. ഒന്ന് MT വാസുദേവൻ നായർ, കൂടാതെ മൻമോഹൻ സിംഗ്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഡിസ്കസ് ചെയ്തത് ആരായിരുന്നു? ശ്യാം ബെനഗലും നിലവിൽ ഉസ്താദ് സക്കീർ ഹുസൈൻ. സോ ഈ 4 വ്യക്തികളെയും കുറിച്ചും നമ്മൾ അത്യാവശ്യം നമ്മുടെ PSCയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വാളിറ്റി കോണ്ടന്റുകളൊക്കെ ഡിസ്കസ് ചെയ്തു പോയിട്ടുണ്ട്. ഇതുകൂടാതെ അടുത്തിടെ അന്തരിച്ചിട്ടുള്ള മറ്റു വ്യക്തികളെ കൂടി നിങ്ങൾ നല്ലപോലെ ഒന്ന് റെഫർ ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. സോ ഇന്നത്തെ ക്ലാസ് നമുക്ക് എന്തായാലും വൈൻഡ് അപ്പ് ചെയ്യാം. കൂടാതെ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ, നമ്മുടെ PSC എക്സാംസുകളിൽ, വരാനിരിക്കുന്ന എക്സാംസുകളിൽ വിയോഗവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, അടുത്തിടെ അന്തരിച്ചിരിക്കുന്ന വ്യക്തികൾ, ആ ഒരു ഏരിയയിൽ നിന്ന് ചോദ്യങ്ങൾ വരാൻ വളരെയധികം സാധ്യതയുണ്ട്. അതെല്ലാം റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ആയിട്ട് മാറുകയും ചെയ്യും. സോ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. മറ്റൊരു ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു ആൻഡ് ഹാപ്പി ലേണിംഗ്.